പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ്. എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പറഞ്ഞു വരുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരും. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇദ്ദേഹം ഈ പറയുന്ന ലക്കി ഡ്രോ ഒരെണ്ണം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് നറുക്കെടുക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. ആ നറുക്കെടുപ്പ് കണ്ട എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് ലോക ഉടായിപ്പാണെന്ന്. എനിക്കും തോന്നുന്നുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? ാണെങ്കിലേ ഇങ്ങനെ വേണം. നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. അല്ലാതെ ആ മനസ്സ കുടുങ്ങിക്കണ് ഓനെ ചവിട്ടി ഒരു വാത്ത് കാക്കല്ല വേണ്ടത്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയേക്കാം. കടത്തിൽ മുങ്ങിയ നാസർ കാക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ അവതരിച്ചിരിക്കുകയാണ് ഗൈസ്. അതിന് കാരണക്കാരനായ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എടുക്കാൻ വേണ്ടി കുഞ്ഞാൻ തന്നെ അതുകൊണ്ട് കൈയിട്ടു എന്ന് ചോദിച്ചോളി. ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി, വെടി വെച്ച് കൊല്ലണപ്പ അതിനെ. കൈ താഴെ കൊണ്ടുപോയി. എന്തോ കാര്യമായിട്ട് എന്തോ തപ്പുന്നുണ്ടല്ലോ. എന്തോ ഞാൻ കണ്ടു. ഇത് കുഞ്ഞാ അടിയിൽ വരെ കൈയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ആ ഒരു നറുക്കിന്റെ ആ ഒരു ചീട്ട് കൊണ്ടുവരുന്നത്. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. വെള്ളത്തിനടി വല്ല സ്വർണ്ണവളയും പോയത് കാര്യമായിട്ട് അങ്ങ് തപ്പുന്നു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു ചെയ്തിട്ട്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നീ എന്നെ കൂടുതലും ഉണ്ടാക്കാൻ. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോഴത്തേക്ക് പാണ്ടിക്കാടൻ കുഞ്ഞാൻ പറഞ്ഞ ഈ പശ ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവം അത് പശ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇവിടെ ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഒട്ടിക്കുന്നു. ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. എന്താ ഉറക്കം വരുന്നു. എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക് ഇതിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു. സിമ്പിൾ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്.